ഹലോ എവരിവൺ, വെൽക്കം ടു ഗ്രീഷ്മാസ് ലേണിംഗ് സ്പേസ്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ടൈപ്പ് 1 പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് ടൈപ്പ് 2 ആണ് പഠിക്കാനുള്ളത്. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20 days. എക്ക് ഒരു വർക്ക് ചെയ്യാൻ 20 ദിവസം വേണം. ബി ക്യാൻ ഡു ഇറ്റ് ഇൻ 30 days. എ സ്റ്റാർട്ട് വിത്ത് ദ വർക്ക് ആൻഡ് ആഫ്റ്റർ 10 days എ ലെഫ്റ്റ്. ബി ക്യാൻ ഡു ദ റിമൈനിങ് വർക്ക് ഇൻ ഹൗ മെനി ഡേയ്സ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ആൻസർ ചെയ്ത് നോക്കുക, പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20 days. ബി ക്യാൻ ഡു ഇറ്റ് ഇൻ 30 days. എ സ്റ്റാർട്ട് ദ വർക്ക് ആൻഡ് ആഫ്റ്റർ 10 days എ ലെഫ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കൊരു വർക്ക് അസ്യൂം ചെയ്യാം. 20യും 30 ആണെങ്കിൽ എന്താ നിങ്ങൾ വർക്ക് അസ്യൂം ചെയ്യുന്നത്? 60 അസ്യൂം ചെയ്യണം. 20യുടെയും 30യുടെയും LCM എന്ന് പറയുന്നത് 60 ആണ്. അത് വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 20യും 30യുടെയും 60 ആണെന്ന് ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും. 20യും 30യും ആണെങ്കിൽ ഒന്നുകിൽ LCM ഇങ്ങനെ എടുക്കാം, 10 കോമൺ എടുക്കാം, 2 3 എന്ന് വരും, എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ LCM കാണുന്നത്? കൂട്ടത്തിൽ വലിയ നമ്പറോ അതിൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കും LCM വരുന്നത് അല്ലേ? 20ഉം 30ഉം ഉള്ളതിൽ വലിയ നമ്പർ ഏതാ? 30 ആണ്. 30 20യുടെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 30യുടെ അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 60 ആണ്. അത് 20യുടെ മൾട്ടിപ്പിൾ ആണോ? അതെ. സോ 60 നമുക്ക് സെലക്ട് ചെയ്യാം. ദാറ്റ് ഈസ് 20 × 3 ആണ് 60, 30 × 2 ആണ് 60. മനസ്സിലായോ? അതായത് ഈ പ്രോഡക്റ്റ് എപ്പോഴും എന്ത് തരണം? വർക്ക് തരണം. ടൈം ഇൻറ്റു എഫിഷ്യൻസി ആണ് വർക്ക്. എന്താണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ? ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് എഫിഷ്യൻസി. ഒരു ദിവസം ചെയ്യുന്ന വർക്കിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പ്രോബ്ലത്തിൽ എ 20 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് ബി 30 ദിവസം കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് 60 എടുത്താൽ 20 ദിവസം കൊണ്ട് ചെയ്യുന്ന എ ഒരു ദിവസം 3 വെച്ച് 20 ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ആക്കും. ഒരു ദിവസം 2 വർക്ക് വെച്ച് ചെയ്താൽ 30 ദിവസം കൊണ്ട് ബി ആ വർക്ക് കംപ്ലീറ്റ് ആക്കും. ശരിയല്ലേ? 20 × 3യും 60 ആണ്, 30 × 2ഉം 60 ആണ്. ഒരു ദിവസം 3 വർക്ക് എ ചെയ്യുമ്പോൾ ഒരു ദിവസം 2 വർക്ക് വെച്ച് ബി ചെയ്യുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഒരു ദിവസം എ 3 വർക്ക് വെച്ച് ചെയ്യുമ്പോൾ ഒരു ദിവസം ബി 2 വർക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നു എ സ്റ്റാർട്ട് ദ വർക്ക്. എ ആണ് വർക്ക് ചെയ്യാൻ പോയത് അല്ലേ? എക്ക് 3 വർക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്ന എ ആണ് ആദ്യം വർക്ക് ചെയ്യാൻ പോയത്. 10 ദിവസം കഴിഞ്ഞപ്പോൾ എ പോയി. അപ്പോൾ എ ഒരു വർക്ക് ചെയ്യാൻ പോയി. 10 ദിവസം എ വർക്ക് ചെയ്തു അല്ലേ? ഒരു ദിവസം 3 വർക്ക് വെച്ച് ചെയ്യുന്ന എ 10 ദിവസം ചെയ്താൽ 30 വർക്ക് കംപ്ലീറ്റ് ആയി. ഒരു ദിവസം 3 വർക്ക് വെച്ച് ചെയ്യുന്ന എ 10 ദിവസം ചെയ്താൽ വർക്ക് കംപ്ലീറ്റ് ആയി, 30 വർക്ക് കംപ്ലീറ്റ് ആയി. ബാക്കി ഇനി എത്ര വർക്കുണ്ട്? 60 വർക്കിൽ 30 വർക്ക് പോയാൽ ബാക്കി ഒരു 30 വർക്ക്. ആ 30 വർക്ക് ചെയ്യാൻ, ബാക്കി പകുതി വർക്ക് ചെയ്യാൻ ബിക്ക് എത്ര ദിവസം മതി? 15 ദിവസം മതി. അങ്ങനെ വേണമെങ്കിൽ അല്ലെങ്കിൽ പകുതി വർക്ക് ചെയ്യാൻ 60 വർക്ക് ചെയ്യാൻ 30 ദിവസമാണ്, പകുതി വർക്ക് ചെയ്യാൻ 15 ദിവസം മതി. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ടൈം എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ എഫിഷ്യൻസി അല്ലേ? എത്ര വർക്ക് ബൈ എഫിഷ്യൻസി എന്നാണ് ടൈമിൻ്റെ ഇക്വേഷൻ. ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി. നമ്മൾ എന്തെല്ലാം പഠിച്ചു? ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി, വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം, ആൻഡ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഈ 3 റിലേഷൻഷിപ്പേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാം. സോ ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി. ഇനി ബാക്കിയുള്ള 30 വർക്ക് 2 എഫിഷ്യൻസിയുള്ള ബി ചെയ്യാൻ 15 ദിവസം മതി. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് ചെയ്യാനായിട്ട്, അതായത് ഇച്ചിരി ലോജിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ലോജിക്ക് വെച്ച് മാത്രം ചെയ്യാനും പറ്റുമായിരുന്നു. കാരണം 20 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന ഒരു വർക്ക് 10 ദിവസം ചെയ്തു, അതായത് പകുതി വർക്ക് ചെയ്തു. അപ്പോൾ ബാക്കി പകുതി വർക്കല്ലേ ഉള്ളൂ. 20 ദിവസം കൊണ്ട് മൊത്തം വർക്കും ചെയ്യും. 10 ദിവസം ചെയ്തെങ്കിൽ പകുതി വർക്ക് ചെയ്തില്ലേ? ബാക്കി പകുതി വർക്ക് എത്ര? ബാക്കി പകുതി വർക്ക് ബിക്ക് എത്ര ദിവസം എടുക്കും? ഒരു ഫുൾ വർക്ക് ചെയ്യാൻ ബിക്ക് 30 ദിവസം എടുക്കുമെങ്കിൽ പകുതി വർക്ക് ചെയ്യാൻ 15 ദിവസം മതി. സോ ആൻസർ 15. ഇങ്ങനെ വരെ നമുക്ക് ഈ പ്രോബ്ലം എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ചില പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചുമ്മാ ആലോചിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. 20 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലിയിൽ 10 ദിവസത്തെ വർക്ക് ചെയ്തെങ്കിൽ ബാക്കി പകുതി വർക്ക് ഉണ്ട്. ഒരു ഫുൾ വർക്ക് ചെയ്യാൻ 30 ദിവസം എടുക്കുന്ന ആൾക്ക് പകുതി വർക്ക് ചെയ്യാൻ 15 ദിവസം മതിയാവും. അടുത്ത ചോദ്യം. അതുപോലെ നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കഷൻസ് ഒക്കെ ചെയ്യാനായിട്ടും ഡൗട്ട്സ് ഒക്കെ ചോദിക്കാനും ഒക്കെ പറ്റും. ഗ്രീഷ്മാസ് ലേണിംഗ് സ്പേസ് എന്നാണ് ടെലഗ്രാം ചാനലിൻ്റെ പേര്. ഓക്കെ, അപ്പം നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഡൗട്ട്സ് ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിലും അയക്കാവുന്നതാണ്. ഓക്കെ, എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 10 and 12 days respectively. A and B can complete a piece of work in 10 and
12 days റെസ്പെക്റ്റീവ്ലി. എ 10 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യുമ്പോൾ ബി 12 ദിവസം കൊണ്ടാണ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. എ ആൻഡ് ബി സ്റ്റാർട്ട് ദ വർക്ക് ടുഗദർ. എയും ബി ഒരുമിച്ചാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. 3 days കഴിഞ്ഞപ്പം എ ലെഫ്റ്റായി. 3 ദിവസം കഴിഞ്ഞപ്പോൾ എ അങ്ങ് പോയി. അപ്പോൾ ബി എപ്പോഴും വർക്ക് ചെയ്യുവാണേ. അങ്ങനെയാണെ ബാക്കി വർക്ക് ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തതെന്നാണ് ചോദ്യം. ബാലൻസ് വർക്ക് അല്ല ചോദിച്ചത്. ദെൻ കാൽക്കുലേറ്റ് ഇൻ ഹൗ മെനി ഡേയ്സ് ദ വർക്ക് വിൽ ബി കംപ്ലീറ്റഡ്. അവർക്ക് മൊത്തത്തിൽ ചെയ്ത് തീർക്കാൻ എത്ര ദിവസം എടുത്തു എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? നമുക്കിനി ചെയ്തു നോക്കാം. എഫിഷ്യൻസി മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. എ ഒരു വർക്ക് ചെയ്യാൻ 10 ദിവസം എടുത്തു. ബിക്ക് ആ വർക്ക് ചെയ്യാൻ 12 ദിവസം എടുത്തു. അങ്ങനെയാണെങ്കിൽ വർക്ക് എന്തെടുക്കും? 10ൻ്റെയും 12ൻ്റെയും LCM. 10ൻ്റെയും 12ൻ്റെയും ഒരു കോമൺ മൾട്ടിപ്പിൾ എടുക്കണം. ലീസ്റ്റ് കോമൺ തന്നെ വേണമെന്നും നിർബന്ധമില്ല. പക്ഷെ 10ൻ്റെയും 12ൻ്റെയും മൾട്ടിപ്പിൾ എടുത്താൽ എഫിഷ്യൻസി നമുക്ക് ഡെസിമൽ ഒന്നും വരില്ല. 10 ഇൻറ്റു എത്രയാണ്, 12 ഇൻറ്റു എത്രയാണ്, അങ്ങനെ എഴുതാൻ പറ്റണം. അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. 60 വേണമെങ്കിൽ എടുക്കാം അല്ലേ. 10ൻ്റെയും 12ൻ്റെയും LCM നമുക്ക് 60 എടുക്കാം. 10നും 12ൻ്റെയും മൾട്ടിപ്പിളാണ് 60. 10 ഇൻറ്റു 6 ആണ് 60. 12 ഇൻറ്റു 5 ആണ് 60. അതുകൊണ്ട് 60 തന്നെ അങ്ങ് എടുത്തു. ഇപ്രാവശ്യവും വർക്ക് 60 എടുത്തു. എന്താ ഈ 6ൻ്റെ അർത്ഥം? ആ അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാക്കേ. എ പോയാൽ ഒരു ദിവസം 6 വർക്ക് ചെയ്യും. ബി പോയാൽ ഒരു ദിവസം 5 വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവർ 2 പേരും ഉണ്ടെങ്കിൽ ഒരു ദിവസം 11 വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഒരു ദിവസം 11 വർക്ക് ചെയ്യും. ഇവർ 2 പേരും കൂടെ ഉണ്ടെങ്കിൽ ഒരു ദിവസം 11 വർക്ക് ചെയ്യും. ഇവർ 2 പേരും കൂടെ ഉണ്ടായിരുന്നല്ലോ. എയും ബിയും കൂടെ അല്ലേ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. 2 പേരും കൂടെ ചേർന്നാണല്ലോ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അവർ 2 പേരും കൂടെ ചേർന്ന് 3 ദിവസം വർക്ക് ചെയ്തിട്ടാണ് എ പോയി കളഞ്ഞതല്ലേ. അപ്പോൾ 3 ദിവസം ഇവർ 2 പേരുടെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഒരു ദിവസം 11 വർക്ക് വെച്ച് 2 പേരും കൂടെ 3 ദിവസം 33 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ ആണോ? 11 എവിടെ നിന്ന് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. 2 പേരും കൂടെ ചേർന്നാവുമ്പോൾ 11 വർക്ക് വെച്ച് 3 ദിവസം ആകുമ്പോൾ 33 വർക്ക് കംപ്ലീറ്റ് ആയി. ബാക്കി ഇനി എത്ര വർക്ക് ഉണ്ട്? 60 വർക്കിൽ നിന്ന് 33 വർക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി 27 വർക്കുണ്ട്. ബാക്കി 27 വർക്കുണ്ട്. ഈ 27 വർക്ക് ചെയ്യേണ്ടത് ആരാണ്? ബി ഒറ്റയ്ക്കാണ്. എത്ര സമയം എടുക്കും? ടൈം ഇസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി. ടൈം ഇസ് ഈക്വൽ ടു 27 ബൈ എഫിഷ്യൻസി ആരാ? ബി ഒറ്റയ്ക്കാണ്. എ പോയി കഴിഞ്ഞു. 27 ബൈ 5. 5 ഇൻറ്റു 5 25 ബാലൻസ് 2. 5 2 ബൈ 5 ഡേയ്സ് എടുക്കും അല്ലേ. 5 2 ബൈ 5 ഡേയ്സ് എടുക്കും. അപ്പോൾ ബാക്കി വർക്ക് ചെയ്യാൻ ബിക്ക് 5 2 ബൈ 5 ഡേയ്സ് എടുക്കും. അപ്പോൾ 3 ദിവസം ഒരുമിച്ചും 5 2 ബൈ 5 ദിവസം സെപ്പറേറ്റും ചെയ്തപ്പോൾ മൊത്തത്തിൽ 8 2 ബൈ 5 ഡേയ്സ് ആണ് ടോട്ടൽ എടുത്തത്. 5ഉം 3ഉം കൂടെ കൂട്ടിയിട്ട് ഇൻറ്റിജേഴ്സ് എല്ലാം ആഡ് ചെയ്യാം. പൂർണ്ണസംഖ്യകളെല്ലാം കൂട്ടാം. എന്നിട്ട് ഫ്രാക്ഷൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായോ? സോ 8 2 ബൈ 5 ഡേയ്സ്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. A and B can complete a piece of work in 10 and 15 days respectively. A and B start the work together and after 2 days A left. Then calculate in how many days the work will be completed. Same model question ആണ്. Same model ചെയ്യാം. A 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി B 15 ദിവസം കൊണ്ട് ചെയ്യുന്നു. A 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി B 15 ദിവസം കൊണ്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് വർക്ക് എന്താ അസ്യൂം ചെയ്യും? 10ൻ്റെയും 15ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ 30 അല്ലേ. 15 10ൻ്റെ മൾട്ടിപ്പിളിലുള്ളതല്ല. 15 വരത്തില്ല. 15ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ ഞാൻ പറയില്ലേ, കൂട്ടത്തിൽ വലിയ നമ്പർ എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾ. സോ 15 30 60 അങ്ങനെ വേണം നോക്കാം. 15 30 45 60 ഇതിലേതെങ്കിലും വരത്തുള്ളൂ. സോ കൂട്ടത്തിൽ വലിയ നമ്പർ 15 ആണ്. 15 10ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 15ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 30 ആണ്. അത് 10ൻ്റെയും കൂടെ മൾട്ടിപ്പിളാണ്. സോ 30യെ ഫിക്സ് ചെയ്തു. 30യെ ഫിക്സ് ചെയ്താൽ 10 ഇൻറ്റു 3 15 ഇൻറ്റു 2 നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് 30യെ ഫിക്സ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? സോ 10 ഇൻറ്റു 3 ആൻഡ് 15 ഇൻറ്റു 2 30. ടൈം ഇൻറ്റു എഫിഷ്യൻസി ആണ് വർക്ക് കോൺസ്റ്റൻ്റ് ആണ്. 30 ആണ് വർക്ക് നമ്മൾ അസ്യൂം ചെയ്തത്. 10 ഇൻറ്റു 3യും 15 ഇൻറ്റു 2ഉം എന്താണ്? 30 ആണ്. ഓക്കെ, അപ്പോൾ എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 10 ആൻഡ് 15 ഡേയ്സ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തു എന്ന് പറയുമ്പം എ പോയാൽ ഉറപ്പായിട്ട് 3 വർക്ക് ചെയ്യും.
ബി പോയാൽ ഉറപ്പായിട്ട് 2 വർക്ക് ചെയ്യും. അപ്പോൾ 5 വർക്ക് പെർ ഡേ നടക്കുന്നുണ്ട് അല്ലേ. ഒരു ദിവസം 5 വർക്ക്, ഒരു ദിവസം 5 വർക്ക് വെച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു ദിവസം 5 വർക്ക് വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം 5 വർക്ക് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് എത്ര ദിവസം ചെയ്തു? 2 ദിവസം ചെയ്തു അല്ലെ. അത് കഴിഞ്ഞിട്ടാണ് എ പോയത്. എയും ബിയും കൂടെ ചേർന്ന് 2 ദിവസം ചെയ്തു. ഒരു ദിവസം രണ്ടുപേരും കൂടെ ചേർന്ന 5 വർക്ക് ചെയ്യും. അങ്ങനെ 2 ദിവസം ആകുമ്പോഴോ 10 വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ 10 വർക്ക് കംപ്ലീറ്റ് ആയി. 10 വർക്ക് കഴിഞ്ഞാൽ ബാക്കി 30-ൽ 10 വർക്ക് കഴിഞ്ഞാൽ ഇനി 20 വർക്കും കൂടെ അല്ലേ ഉള്ളൂ. 20 വർക്കും കൂടെ അല്ലേ ഉള്ളൂ. എ പോയി കഴിഞ്ഞാൽ ബിക്ക് ചെയ്യാൻ ഇനി 20 വർക്കല്ലേ ഉള്ളൂ. 20 വർക്ക് ചെയ്യാൻ ബിക്ക് എത്ര സമയം എടുക്കും? വർക്ക് ബൈ ബിയുടെ എഫിഷ്യൻസി ഇട്ട് കൊടുത്താൽ മതി. ബിയുടെ മുൻപിൽ 20 വർക്കുണ്ട്, ബിക്ക് ഒരു ദിവസം 2 വർക്ക് വെച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 10 ദിവസം കൊണ്ട് പണി തീരും അല്ലേ. ബിയുടെ മുന്നിൽ 20 വർക്കാണുള്ളത്, ബിയുടെ എഫിഷ്യൻസി 2 ആണ്. ഒരു ദിവസം 2 വെച്ച് ബി ചെയ്യും. അപ്പോൾ 10 ദിവസം കൊണ്ട് പണി തീരും. അങ്ങനെ ചോദ്യം എന്താണ്? ഇൻ ഹൗ മെനി ഡേയ്സ് ദ വർക്ക് വിൽ ബി കംപ്ലീറ്റഡ്? എത്ര ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ആയത്? രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു 2 ദിവസം, ബി ഒറ്റയ്ക്ക് ഒരു 10 ദിവസം, അങ്ങനെ 12 ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഒരേ മോഡലിലുള്ള 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഈ സെയിം ക്വസ്റ്റ്യൻസ് കാണുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, A and B can complete a piece of work in 8 and 16 days respectively. A and B can complete a piece of work in 8 and 16 days respectively. എക്ക് 8 ദിവസവും ബിക്ക് 16 ദിവസവും വേണം ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. എ ആൻഡ് ബി സ്റ്റാർട്ട് ദ വർക്ക് ടുഗദർ. എയും ബിയും വർക്ക് ചെയ്യാൻ ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ആഫ്റ്റർ 4 days ബി ലെഫ്റ്റ്. ഇത്രയും നാൾ എ ആയിരുന്നു ലെഫ്റ്റ് എങ്കിൽ ഇപ്പോൾ ബി ലെഫ്റ്റ് ആവുന്ന ക്വസ്റ്റ്യൻ ആണെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം പഴയ പോലെ സപ്പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. A and B can complete a piece of work in 8 days and 16 days respectively. എന്താ ചെയ്യേണ്ട? ആദ്യം എഫിഷ്യൻസി അറിയാതെ പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആദ്യം എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം വർക്ക് വേണം. വർക്ക് അസ്യൂം ചെയ്യുക. ആദ്യം എന്ത് ചെയ്യുക? വർക്ക് അസ്യൂം ചെയ്യുക. 8-ൻ്റെയും 16-ൻ്റെയും LCM കൂട്ടത്തിൽ വലിയ നമ്പറായ 16 തന്നെ സെലക്ട് ചെയ്യാം. കാരണം 16 8-ൻ്റെയും കൂടെ മൾട്ടിപ്പിൾ ആണല്ലോ. 16 തന്നെ സെലക്ട് ചെയ്തോളുക. കാരണം 16 8-ൻ്റെയും കൂടെ മൾട്ടിപ്പിൾ ആണ്. സോ നോക്കാം. 8 × 2 16, 16 × 1 60. 8 ദിവസം കൊണ്ട് ചെയ്യുന്ന ആൾ 2 വർക്ക് വെച്ച് ചെയ്യും. 16 ദിവസം കൊണ്ട് ചെയ്യുന്ന ആൾ 1 വർക്ക് വെച്ച് ചെയ്യും അല്ലേ. അങ്ങനെയല്ലേ അതിൻ്റെ അർത്ഥം? ഒരു ദിവസം 2 വർക്ക് വെച്ച് ചെയ്യും, ഒരു ദിവസം 1 വർക്ക് വെച്ച് ചെയ്യും. അങ്ങനെ 8 ദിവസം കൊണ്ട് എ കംപ്ലീറ്റ് ചെയ്യും. മനസ്സിലായോ? ഒരു ദിവസം കൊണ്ട് ബി കംപ്ലീറ്റ് ചെയ്യും. എത്ര വർക്ക്? 16 വർക്ക്. ഇനി ഈ ചോദ്യത്തിൽ എ ആൻഡ് ബി സ്റ്റാർട്ട് ദ വർക്ക് ടുഗദർ എന്നാണ് പറഞ്ഞേക്കുന്നത്. രണ്ടുപേരും കൂടെ ചേർന്നാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. രണ്ടുപേരും കൂടെ ചേർന്നാണെങ്കിൽ 3 വർക്ക് പെർ ഡേ നടക്കും. ഒരു ദിവസം 3 വർക്ക് വെച്ച് പോകും. ഒരു ദിവസം 3 വർക്ക് വെച്ച് 4 ദിവസമാകുമ്പോൾ 12 വർക്കാവും. ഒരു ദിവസം 3 വർക്ക് വെച്ച് 4 ദിവസം രണ്ടുപേരും കൂടെ ചേർന്നാൽ ഒരു ദിവസം 3 വർക്കാണ്. 2ഉം 1ഉം 3. ഓക്കെ, എയുടെ 2ഉം ബിയുടെ 1ഉം കൂടെ ചേർന്ന് 3 വർക്ക് വെച്ച് 4 ദിവസമാകുമ്പോൾ 12 വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി എത്ര വർക്കുണ്ട്? 16 വർക്കിൽ 12 വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളത് 16 - 12 4 വർക്കാണ്. ബി പോയിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പോണത് എ ആണ്. എക്ക് എത്ര ദിവസം എടുക്കും? വർക്ക് ബൈ എഫിഷ്യൻസി. ടൈം കണ്ടുപിടിക്കാൻ വർക്ക് ബൈ എഫിഷ്യൻസി. ബാക്കിയുള്ള 4 വർക്ക് എ 2 എഫിഷ്യൻസിയാണ് പോണത്. അപ്പോൾ 2 ദിവസം കൊണ്ട് തീരും. ഒരു ദിവസം 2 വർക്ക് വെച്ച് 2 ദിവസം ആകുമ്പോൾ 4 വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ എൻറ്റയർ വർക്ക് മൊത്തം വർക്കും ചെയ്യുമ്പോൾ എത്ര ദിവസം എടുത്ത്? 4 ദിവസം. രണ്ടുപേരും കൂടെ ചേർന്ന് 2 ദിവസം, എ ഒറ്റയ്ക്ക്. 4ഉം 2ഉം 6. സോ ആൻസർ 6 days. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് സ്ലോ ആക്കണം. തീരെ മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. കാര്യം നിങ്ങൾക്ക് എന്താ ഓപ്ഷൻസ് ഉണ്ട് പതുക്കെ ആക്കാനും. യൂട്യൂബിൽ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്ലോ ആക്കി കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൗസ് ചെയ്തിട്ട് വീണ്ടും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പീഡ് നിങ്ങൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചെയ്തു പോവാം. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ് ആലോചിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം മുന്നോട്ട് പോവുകയാണ്. ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എത്രാമത്തെ മിനിറ്റിലാണെന്ന് പറഞ്ഞാൽ അത് വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്ത ചോദ്യം, A can do a piece of work in
25 days and B in 20 days. They work together for 5 days and then A goes away. In how many days will B finish the remaining work? ബാക്കിയുള്ള വർക്ക് ബിക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? A can do a piece of work in 25 days. എയ്ക്ക് 25 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. A can do a piece of work in 25 days. B can do it in 20 days. ബിക്ക് ആണെങ്കിൽ 20 ദിവസം കൊണ്ട് ആ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. 25 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് ബിക്ക് ആണെങ്കിൽ 20 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വർക്ക് അസ്യൂം ചെയ്യാം. 25നും 20ക്കും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്ലൈ ഏതാ? 25ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 20ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും ഉള്ള നമ്പർ 100 ആണ് കേട്ടോ. തീരെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. 5 കോമൺ എടുക്കാം. 4 5 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേ. 5 × 4 × 5 എത്ര വരും? 100. സോ വർക്ക് അസ്യൂം ചെയ്ത് ടോട്ടൽ 100 വർക്കാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എയ്ക്ക് ഒരു ദിവസം എത്ര വർക്ക് വെച്ച് ചെയ്യണം? 25 × 4 വർക്ക് വെച്ച് ചെയ്താലല്ലേ 25 ദിവസം കൊണ്ട് 100 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഒരു ദിവസം 4 വർക്ക് വെച്ച് ചെയ്താൽ 25 × 4 ആണ് 100, 20 × 5 ആണ് 100. ഒരു ദിവസം 5 വെച്ച് 20 ദിവസം കൊണ്ട് ആ 100 വർക്ക് കംപ്ലീറ്റ് ആവും. സോ എയുടെ എഫിഷ്യൻസി കിട്ടി, ബിയുടെ എഫിഷ്യൻസി കിട്ടി. ദേ വർക്ക് ടുഗദർ എന്നാണ് പറഞ്ഞേക്കുന്നത്. രണ്ടുപേരും കൂടെ ചേർന്നാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയേക്കുന്നത്. ദേ വർക്ക് ടുഗദർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്നാകുമ്പോൾ 9 വർക്ക് വെച്ച് നടക്കും. ഒരാൾ 4 ഒരാൾ 5 അങ്ങനെ 9 വർക്ക് വെച്ച് എത്ര ദിവസം ചെയ്തു അവർ? ദേ വർക്ക് ടുഗദർ ഫോർ 5 days. 5 ദിവസം രണ്ടുപേരും കൂടെ ചേർന്ന് വർക്ക് ചെയ്തു. ഒരു ദിവസം 9 വർക്ക് വെച്ച് 5 ദിവസം ആകുമ്പോൾ 45 വർക്കായി അല്ലേ? 45 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. 45 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ബാക്കി ഇനി എത്ര വർക്ക് ഉണ്ട്? 100-നകത്തു നിന്ന് 45 വർക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു 55 വർക്ക് ഉണ്ട്. അപ്പോൾ ചോദ്യം, ഈ ബാക്കി വർക്ക് ചെയ്യാനെടുത്ത സമയം ബി ഫിനിഷ് ചെയ്യണം. എ പോയില്ലയോ, ഇനി ബി ഈ 55 വർക്ക് ചെയ്യാൻ എത്ര സമയം എടുത്തു? ആ ടൈമാണ് നമ്മുടെ പ്രോബ്ലം. ബി ഈ 55 വർക്ക് ചെയ്യാൻ എത്ര സമയം എടുത്തു? വർക്ക് ബൈ എഫിഷ്യൻസി. ബിയുടെ എഫിഷ്യൻസി എന്താ? 5. സോ 11 days. 11 ദിവസം കൊണ്ടാണ് ബി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. മനസ്സിലായോ? സോ റിമൈനിങ് വർക്കിൻ്റെ ക്വസ്റ്റ്യൻ റിമൈനിങ് വർക്ക് മാത്രം കണ്ടുപിടിച്ചാൽ മതി. റിമൈനിങ് വർക്ക് ചെയ്യാനെടുത്ത സമയം മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ ആൻസർ 11 days. അടുത്ത ക്വസ്റ്റ്യൻ. എ ആൻഡ് ബി ക്യാൻ ഡു alone a job in 6 days and 12 days respectively. They began the work together but 3 days before the completion of the job. ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് ചിന്തിക്കാനുണ്ട്. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചില്ലെങ്കിൽ തെറ്റ് പറ്റാനും ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ ഈ ക്വസ്റ്റ്യൻ. എ ആൻഡ് ബി ക്യാൻ ഡു alone a job in 6 days and 12 days respectively. എ 6 ദിവസം കൊണ്ടും ബി 12 ദിവസം കൊണ്ടും ചെയ്യുന്ന ഒരു ജോലി. സോ വർക്കിൻ്റെ ഡേയ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി അങ്ങ് കണ്ടുപിടിച്ച് വെക്കാം. 6ൻ്റെയും 12ൻ്റെ LCM 12 തന്നെയാണ്. കാരണം ഈ ഡബിൾ വരുന്ന കേസിലൊക്കെ വലിയ നമ്പർ തന്നെ ആയിരിക്കും എന്ത് LCM വരുന്നത്. സോ 6 × 2 ആണ് 12, 12 × 1 ആണ് 12. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. 6 × 2 ആണ് 12, 12 × 1 ആണ് 6. അപ്പോൾ എയുടെ എഫിഷ്യൻസി 2 ആണ്, ബിയുടെ എഫിഷ്യൻസി 1 ആണ്. എക്ക് ഒരു ദിവസം 2 വർക്ക് ചെയ്യുമ്പോൾ ബി ഒരു ദിവസം 1 വർക്ക് വെച്ചേ ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി എന്താ ചോദ്യം എന്ന് വെച്ചാൽ ദേ ബിഗാൻ ദ വർക്ക് ടുഗദർ. രണ്ടുപേരും കൂടെ ചേർന്ന വർക്ക് ചെയ്ത്. പക്ഷേ 3 days ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ ജോബ്. 3 ദിവസം ജോബ് കംപ്ലീറ്റ് ആവുന്നതിന് 3 ദിവസം മുന്നേ എ പോയി. അതായത് ഈ 3 ദിവസം ആര് മാത്രമാണ് വർക്ക് ചെയ്തത്? ഈ 3 ദിവസം എ പോയി കഴിഞ്ഞാൽ ബി ഒറ്റയ്ക്കല്ലേടാ ഈ 3 ദിവസം വർക്ക് ചെയ്തത്. എ അങ്ങ് പോയി 3 ദിവസം, അപ്പോൾ ബി ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്തത്. അതാണ് ഈ ചോദ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ബട്ട് 3 days ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ ജോബ്. ജോബ് എന്നാണോ തീരുന്നത് അതിന് 3 ദിവസം മുന്നേ എ പോയിട്ടുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള 3 ദിവസവും ബി ഒറ്റയ്ക്ക് വർക്ക് ചെയ്തു. ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ലോജിക്ക്. അപ്പോൾ എത്ര വർക്ക് ബി ഒറ്റയ്ക്ക് ചെയ്തു? ബി ഒറ്റയ്ക്ക് ചെയ്ത വർക്ക് എത്ര ആടാ? ഒരു ദിവസം 1 വർക്ക് വെച്ച് ചെയ്യുന്ന നമ്മുടെ ബി 3 ദിവസം ഒറ്റയ്ക്ക് ചെയ്തു എന്ന് വെച്ചാൽ 3 വർക്ക് ബി ഒറ്റയ്ക്ക് ചെയ്തു. അപ്പം 3 വർക്ക് ബി ഒറ്റയ്ക്ക് ചെയ്താൽ ബാക്കി 12ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 9 വർക്ക്. ബാക്കി 9 വർക്ക് ആരാ ചെയ്തത്? എയും ബിയും കൂടെ ചേർന്നാണ് ചെയ്തത്. എയും ബിയും കൂടെ ചേർന്നാൽ 3 വർക്ക് വെച്ച് തീരും. 2 + 1 3 വർക്ക് വെച്ച് തീരും. അപ്പോൾ ബാലൻസ് ഉള്ള 9 വർക്ക് ചെയ്തത് രണ്ടുപേരും കൂടെ ചേർന്ന.
അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി. ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി. അവിടെയും ടൈമല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദ വർക്ക് ബി കംപ്ലീറ്റഡ് എന്നാ. അപ്പോൾ എയും ബിയും കൂടെ ഒരുമിച്ച് എത്ര ദിവസം ചെയ്തു? ഒന്നുകൂടെ പറയാവേ, കുറച്ച് കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നു. ഒന്നുകൂടെ പറയാം. എ 6 ദിവസം കൊണ്ടും ബി 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ഞാൻ 12 LCM എടുത്ത് 6 × 2 12 × 1 എഴുതി. അതായത് എയുടെ എഫിഷ്യൻസി 2 ആണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി 1 ആണ്. എ 2 വർക്കാണ് ഒരു ദിവസം ചെയ്യുന്നതെങ്കിൽ ബി 1 വർക്കാണ് ഒരു ദിവസം ചെയ്യുന്നത്. അതിൽ ബിയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ട്. ഒരു ജോലി തീരുന്നതിൻ്റെ 3 ദിവസം മുമ്പ് എ പോയി കഴിഞ്ഞപ്പോൾ ബി മാത്രമേ ഉള്ളായിരുന്നു പണിയെടുക്കാൻ. അപ്പോൾ ആ 3 ദിവസം ബി ഓരോ വർക്ക് വെച്ച് 3 വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മനസ്സിലായോ? അത് ബി എലോൺ ആണേ, ബി ഒറ്റയ്ക്ക് ചെയ്തതാണ് ആ 3 വർക്ക്. അപ്പോൾ ബാക്കിയുള്ള വർക്കോ എയും ബിയും കൂടെ ഒരുമിച്ചാണ് ചെയ്തേ. ബാക്കിയുള്ള വർക്ക് എന്ന് പറയുമ്പോൾ 12 - 3. ബാക്കി 9 വർക്ക് എയും ബിയും കൂടെ ഒരുമിച്ചാണ് ചെയ്തത്. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസിയിൽ 9 വർക്ക് ഒരുമിച്ചെന്ന് പറയുമ്പോൾ 2 1 3 ആണ് എഫിഷ്യൻസി. സോ 3 ദിവസം കൊണ്ടാണ് എയും ബിയും കൂടെ ഒരുമിച്ച് ചെയ്തത്. പിന്നെ ബി ഒറ്റയ്ക്ക് ചെയ്തത് 3 ദിവസം. അങ്ങനെ മൊത്തത്തിൽ 3 ദിവസം എയും ബിയും കൂടെ ഒരുമിച്ച്, 3 ദിവസം ബി ഒറ്റയ്ക്ക്, 6 ദിവസം കൊണ്ടാണ് പണി തീർത്തത്. സോ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എത്ര ദിവസം കൊണ്ടാണ്? ഓപ്ഷൻ എ 6 days. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ വർക്ക് ആരെങ്കിലും പോയി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾ എത്ര ആ ദിവസം കൊണ്ട് എന്ത് ജോലി ചെയ്തോ അതിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻ. ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്കൊരു മോഡലും കൂടെ സെയിം അതേപോലെ ഒരു മോഡൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം അല്ലേ? അതേ മോഡലാണ്. എ ആൻഡ് ബി ക്യാൻ ഡു എലോൺ എ ജോബ് ഇൻ 9 days ആൻഡ് 18 days റെസ്പെക്റ്റീവ്ലി. എയ്ക്കും ബിക്കും ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്യാൻ 9 ദിവസവും 18 ദിവസവും വേണം. ദേ ബിഗാൻ ദ വർക്ക് ടുഗദർ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. വർക്ക് തീരുന്നതിന് 3 ദിവസം മുമ്പ് എ പോയി. അപ്പം ബി 3 ദിവസം മാത്രമായിട്ട് വർക്ക് ചെയ്തു. എ പോയി കഴിഞ്ഞ് 3 ദിവസം മാത്രമായിട്ട് ആര് വർക്ക് ചെയ്തിട്ടുണ്ട്? ബി വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതെന്താണ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു വർക്ക് അസ്യൂം ചെയ്യണം. 9 18 ആണെങ്കിൽ എന്താ വർക്ക് അസ്യൂം ചെയ്യുന്നത്? 9 18 വർക്ക് എന്താ അസ്യൂം ചെയ്യാം? 18 അസ്യൂം ചെയ്യാം. സോ 9 × 2 18 × 1. ഇവിടെയും ബിയുടെ എഫിഷ്യൻസി 1. അപ്പോൾ ഒരു വർക്ക് വെച്ച് 3 ദിവസം 3 വർക്ക് ബി ചെയ്തു. ബാക്കിയുള്ളത് 18 ന്ന് 3 പോയി കഴിഞ്ഞാൽ 15. ഈ 15 വർക്ക് ആരൊക്കെയാണ് ചെയ്തത്? എയും ബിയും കൂടെ ചേർന്ന്. അപ്പോൾ എത്ര ദിവസം എടുത്ത് കാണും? വർക്ക് ബൈ എഫിഷ്യൻസി. 15 വർക്ക് 3 എഫിഷ്യൻസിയിൽ ചെയ്തപ്പം 5 ദിവസം എടുത്തു. അപ്പോൾ എയും ബിയും കൂടെ ചേർന്ന് 5 ദിവസവും ഒറ്റയ്ക്ക് 3 ദിവസവും. ചോദ്യം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടോട്ടൽ ഡേയ്സ് ആണ്. 5 ദിവസം രണ്ടുപേരോടെ ചേർന്നും 3 ദിവസം ബി ഒറ്റയ്ക്കും. അപ്പോൾ 8 ദിവസം എടുത്തു. ആൻസർ ഓപ്ഷൻ ബി 8 days. ഓക്കെ, സെയിം മോഡലിലെ ക്വസ്റ്റൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഫാസ്റ്റ് ആക്കിയത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഗ്രീഷ്മാസ് ലേണിംഗ് സ്പേസ് എന്നാണ് എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ നെയിം. സോ അതിൽ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ചോദിക്കാം കേട്ടോ. അടുത്ത ചോദ്യം, A and B can do a job in 15 days and 10 days respectively. They began the work together, but A leaves after some days and B finished the remaining work in 5 days. After how many days did A leave? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് A പോയത്? നമുക്ക് ആ ചോദ്യം എഴുതി തന്നെ പോവാം. ഫസ്റ്റ് സെൻറ്റൻസ്, എ ബി 15 ദിവസവും 10 ദിവസവും കൊണ്ടാണ് ഒരു ജോലി തീർത്തത്. എ 15 ദിവസവും ബി 10 ദിവസവും എടുത്താണ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? എയ്ക്ക് ഒരു വർക്ക് ചെയ്യാൻ 15 ദിവസം വേണം, ബിക്ക് ഒരു വർക്ക് ചെയ്യാൻ 10 ദിവസം വേണം. സോ ഒരു വർക്ക് അസ്യൂം ചെയ്താൽ നമുക്ക് ഇവരുടെ എഫിഷ്യൻസി കിട്ടും. ഒരു വർക്ക് അസ്യൂം ചെയ്തേ 15നും 10നും കോമൺ ആയിട്ട് വരുന്ന ഒരു മൾട്ടിപ്പിൾ 30 അല്ലേ? 15ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളുണ്ട്. നമ്മൾ ഈ ഒരു ഇന്നത്തെ സെക്ഷനിൽ തന്നെ ഈ 30 നമ്മൾ കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. 15ൻ്റെ ഡബിളായ 30 15 × 2-നകത്തുണ്ട്, 10 × 3-നകത്തുണ്ട്, 10 × 3-നകത്തുണ്ട്. സോ 15 × 2 30 ആണ്, 10 × 3 30 ആണ്. എന്താണ് ഈ 2 3? അവിടെയാണ് നമ്മുടെ എല്ലാ ലോജിക്കും ഇരിക്കുന്നത് അല്ലേ? ഒരു ദിവസം 2 വർക്ക് വെച്ച് എ ചെയ്യുമ്പം ഒരു ദിവസം 3 വർക്ക് വെച്ചിട്ടാണ് ബി ചെയ്യുന്നത്. ആ ഒരു ക്ലാരിറ്റി പക്ക ഉണ്ടെങ്കിൽ ഈ ചാപ്റ്റർ സെപ്റ്റാണ്. ഒരു ദിവസം എ 2 വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം ബി 3 വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി എയും ബിയും കൂടെ ചെയ്തു തുടങ്ങിയ ഒരു വർക്ക് എ പോയി കഴിഞ്ഞിട്ട് ബി ഒറ്റയ്ക്ക് 5 ദിവസം കൊണ്ട് ചെയ്യുന്നുണ്ട്.
അതായത് എയും ബിയും കൂടെ ചേർന്നും ചെയ്യുന്നുണ്ട്, എന്നിട്ട് എ അങ്ങ് പോയി. പിന്നെ ബി ഒറ്റയ്ക്ക് 5 ദിവസം കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ബി ഒറ്റയ്ക്ക് എത്ര വർക്ക് ചെയ്യുമായിരിക്കും? ബി ഒറ്റയ്ക്ക് ഒരു ദിവസം 3 വെച്ച് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബിക്ക് 5 ദിവസം ആകുമ്പോൾ 15 വർക്ക് ചെയ്യാൻ പറ്റില്ലേ? ഒരു ദിവസം 3 വർക്ക് വെച്ച് ചെയ്യാനാണ് ബിക്ക് പറ്റുന്നത്. അങ്ങനെ 5 ദിവസം എ പോയി കഴിഞ്ഞിട്ട് 5 ദിവസമാണ് ബി വർക്ക് ചെയ്തത്. അപ്പോൾ ബി എത്ര വർക്ക് ചെയ്തിട്ടുണ്ട്? 15 വർക്ക്. അപ്പോൾ ടോട്ടൽ 30 വർക്കിൽ 15 വർക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി 15 വർക്ക്. അപ്പോൾ ബാലൻസ് ഒരു 15 വർക്കുണ്ട്. ഈ ബാലൻസ് 15 വർക്കാണ് എ പോകുന്നതിന് മുമ്പ് എയും ബിയും കൂടെ ചേർന്ന് ചെയ്തത്. എയും ബിയും കൂടെ ചേർന്ന് ചെയ്തതാണ് ഈ ബാലൻസ് 15 വർക്ക്. എയും ബിയും കൂടെ ചേർന്നെന്ന് പറയുമ്പോൾ എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി എ 2ഉം ബി 3ഉം വെച്ച് 5 എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി. അപ്പോൾ ഒരു ദിവസം 5 വർക്ക് വെച്ചിട്ട് നമുക്ക് ടൈം കണ്ടുപിടിക്കാം. വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്താൽ മതിയല്ലോ. 15 വർക്ക് 5 വർക്ക് വെച്ച് ചെയ്യുമ്പോൾ 3 ദിവസം. 3 ദിവസമാണ് എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തത്. അപ്പോൾ ആ 3 ദിവസം കഴിഞ്ഞല്ലേ എ പോയത്. സോ ആൻസർ 3 days. ഓക്കെ ആണല്ലോ. അപ്പം അടുത്ത ഒരു ടൈപ്പാണ്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു കൺക്ലൂഷൻ പറയാം. ഒരുപാട് ലെങ്തി ആക്കുന്നില്ല വീഡിയോസ്. നിങ്ങൾക്ക് ഒട്ടും ബോറാക്കാത്ത തന്നെ പഠിക്കുവാണ്. എല്ലാ ദിവസവും കുറച്ച് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈസി ആയിട്ട് ഇനി കുറച്ച് വേണമെങ്കിൽ റീസണിങ് പഠിക്കാം, കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാം, കുറച്ച് GK പഠിക്കാം. അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ നിങ്ങൾക്കത് യൂസ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യുക, എന്നിട്ട് ആൻസർ കിട്ടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ തൊട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.